തൃശ്ശൂർ പൂരത്തിന് കാവിക്കൊടി കെട്ടുന്ന സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും കെട്ടും. കാവിക്കൊടി ഉറപ്പാണോ? അല്ല, നമ്മൾ കാവിയില്ലാതെ ഹിന്ദു ഇല്ലാന്ന്, ഹിന്ദു ഇല്ലാതെ കാവി ഇല്ലാത്ത പറഞ്ഞ പോലെ കാവിയുള്ളിടത്തെല്ലാം ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളുള്ളിടത്തെല്ലാം കാവിയുണ്ട്. അത് കാവി എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ്. പച്ച എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രതീകമാണ് എന്ന് പറയുന്നത് പോലെ കാവി എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഹിന്ദുക്കളും ഹിന്ദുത്വവും ക്ഷേത്രോത്സവം ഉള്ളിടത്തൊക്കെ കാവി ഉണ്ടാവും. അതിന് കാവ്യ ഇവരെന്തിനാ ഭയപ്പെടുന്നത്? കാവ്യയെ ഭയപ്പെടുന്ന ഒന്നിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ഗൂഢ ഹിഡൻ അജണ്ടയുണ്ട്. ഇവർ കാവ്യയെ ഭയപ്പെടുന്നത് കാവ്യ മാറ്റിയിട്ട് പച്ച അടിക്കാൻ പറയാം. ക്ഷേത്രങ്ങളിലൊക്കെ പച്ച കളർ മതിയെന്നാ. നാളെ ഇനിയിപ്പോൾ കുടമാറ്റത്തിന് മൊത്തം പച്ച കുട മതി എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. നമസ്കാരം. തൃശ്ശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് മന്ത്രി വാസവൻ. വാസവനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം ഒരു ഹിന്ദുവിൻ്റെ പരിപാടിയാണ് എന്നുള്ളത് അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല, അല്ലെങ്കിൽ ക്ഷേത്രോത്സവമാണെന്നുള്ളൊരു കാഴ്ചപ്പാടല്ല. ഇതെന്തോ പാശ്ചാത്യർ നടത്തുന്ന, അല്ലെങ്കിൽ പാശ്ചാത്യർ കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയാണെന്നുള്ള രീതിയിലാണ് ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു ഹിന്ദു ക്ഷേത്രത്തിലെ ഉത്സവം മാത്രമാണ്. അത് വിശാലമായിട്ടുള്ള സനാതനധർമ്മത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് BJPയുടെ സംസ്ഥാന കാര്യകർത്താവായിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ വിശദീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ വാസവൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ലക്ഷ്യം ഇത്തവണ നടപ്പിലാകുമോ? ലക്ഷ്യം ഒരിക്കലും, വാസവൻ്റെ ലക്ഷ്യം ഒരിക്കലും നടപ്പാവില്ല, നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വാസവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 10 ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ആ ആളുകളെ ഹിന്ദുത്വത്തിൽ നിന്ന് അകറ്റുക, ഹിന്ദു മതവുമായി ഇതിന് ബന്ധമില്ല എന്ന് പറയുക, ഹിന്ദു സംസ്കാരവുമായി ബന്ധമില്ലാത്തതാണ് പൂരം എന്ന് വരുത്തി തീർക്കുക. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ജനലക്ഷങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വടക്കുന്നാഥൻ്റെ മണ്ണ്. വടക്കുന്നാഥൻ്റെ മണ്ണ് തൃശ്ശൂർ പൂരത്തിൻ്റെ സംഗമവേദിയാകുമ്പോൾ അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 1796 ശക്തൻ തമ്പുരാൻ ആറാട്ടുപുഴ സംഗമഭൂമിയിൽ നിന്ന് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മണ്ണിലേക്ക് പുതിയ പൂരത്തെ കൊണ്ടുവരികയാണ്. ആറാട്ടുപുഴ സംഗമഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ശിവക്ഷേത്രങ്ങളിലെയും ഏതാണ്ട് കാശി വിശ്വനാഥനടക്കം ആറാട്ടുപുഴയിൽ വരുന്നു എന്നാണ് സങ്കല്പം. തൃശ്ശൂർ പൂരത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് പാറമേക്കാവ് ദേവിയും തിരുവമ്പാടി ദേവിയും, ഈ 2 ദേവിമാർ വടക്കുന്നാഥൻ്റെ മുമ്പിൽ സംഗമിക്കുകയാണ്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കം മുതൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒടുക്കം വരെ മതമാണ്. മതമില്ലെങ്കിൽ തൃശ്ശൂർ പൂരമില്ല. എന്ത് വിവരമില്ലായ്മയാണ് ഈ വാസവൻ വിളിച്ചു പറയുന്നത്. വാസ്തവത്തിൽ ദേവസ്വം മന്ത്രിയായിരിക്കാനുള്ള ഒരു യോഗ്യതയും ആ മനുഷ്യനില്ല. ഈ വക ആളുകളെ അല്ല. ഇദ്ദേഹത്തിന് പറ്റിയ പണി വനം വകുപ്പിൻ്റെ മന്ത്രിയാവില്ല. കാരണം വനം വകുപ്പിൽ ഒരു ഒഴിവുണ്ട് ഇപ്പോൾ. കാരണം വന്യമൃഗങ്ങൾ നാട്ടിൽ വന്ന് ശല്യം ഉണ്ടാക്കുമ്പോൾ ഈ മൃഗങ്ങളെ തിരിച്ചു വിടണമെങ്കിൽ മൃഗങ്ങളോട് സംസാരിക്കുന്ന ഭാഷയിൽ ഒരാളുണ്ടാവണം. അതിന് പറ്റിയ ആളാണ് വാസവൻ. അല്ലാതെ ക്ഷേത്ര പാരമ്പര്യവും സംസ്കാരവും പാരമ്പര്യവും മനുഷ്യന് പറ്റുന്ന പരിപാടിയൊന്നും വാസവന് പറ്റുന്ന പരിപാടിയല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ വട്ടം സുരേഷ് ഗോപി ഇവിടെ ഇലക്ഷന് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്താണ് തൃശ്ശൂർ പൂരം ഉണ്ടായത്. അപ്പോൾ അന്ന് പൂരത്തിനൊരു അലങ്കോലമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. പൂരത്തിലൊരു പ്രധാനമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഇത്തവണ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ലക്ഷ്യം. അല്ല, എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മതചിഹ്നം പാടില്ല എന്ന് പറഞ്ഞാൽ കുടമാറ്റത്തിൽ കുട മാറും, പക്ഷേ നടുവിൽ നിൽക്കുന്ന ഭഗവതിയുടെ കോലം മാറ്റാൻ പറ്റുമോ? ഈ പുത്തമ്പള്ളിയിൽ കുരിശു പാടില്ല, യേശുക്രിസ്തു പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുത്തമ്പള്ളിയിലെ പെരുന്നാളുണ്ടോ? പുത്തമ്പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് കുരിശും യേശുക്രിസ്തുവും ഉണ്ട്. കുരിശും വേണ്ട യേശുക്രിസ്തുവും വേണ്ട എന്ന് പറഞ്ഞാൽ പുത്തമ്പള്ളിയിൽ പിന്നെ പെരുന്നാളുണ്ടാവുമോ? അപ്പോൾ വാസ്തവത്തിൽ ഈ പുത്തമ്പള്ളി പെരുന്നാളിന് കുരിശ് വേണ്ട എന്ന് നാളെ ഇവർ പറയില്ല. ഇങ്ങനെ പോയാൽ ഇതെന്താ കമ്മ്യൂണിസ്റ്റ് പ്ലീനാണോ? കമ്മ്യൂണിസ്റ്റ് പ്ലീനാണെന്നാണോ ഇവരുടെ വിചാരം? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരൊറ്റ കോൺഗ്രസ്സുകാരും വേണ്ടിയിട്ടില്ല. എന്താ കാരണം? ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ സംസാരിച്ചിട്ടില്ല.
ഞാൻ ചോദിക്കട്ടെ, നേരെ തിരിച്ച് ഒരു മുസ്ലിം പള്ളിയുടെ വിഷയത്തിലായിരുന്നു, ഒരു മുസ്ലിം പെരുന്നാളിൻ്റെ വിഷയത്തിലായിരുന്നു വാസവൻ ഇങ്ങനെ സംസാരിച്ചതെങ്കിൽ ഇവിടെ കോൺഗ്രസ്സുകാർ സംസാരിക്കില്ലേ? എന്തുകൊണ്ടാണെന്ന് ഈ ഹിന്ദു സമീപനം, ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുമ്പോൾ എന്തേ ഇവർ മൗനമാവുന്നത്? ഇവരെല്ലാവരും വാസവൻ എന്ത് കണ്ടിട്ടാണ് പറയുന്നത് മതചിഹ്നം പറ്റില്ല എന്ന്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഭഗവതിമാരുടെ കോല ഇവിടെ എഴുന്നള്ളിക്കാൻ പറ്റുമോ? ഇതൊന്നും നടക്കണ കാര്യമല്ല. വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ അങ്ങ് വിളിച്ചു പറയാം. ഇതിപ്പോൾ പ്രതിഷേധിക്കണം, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതിനപ്പുറമാവും. തൃശ്ശൂർ പൂരം മതേതര എന്ന് പറയും. എന്നിട്ട് തൃശ്ശൂർ പൂരം മതേതരമാണ് പൂരത്തിൻ്റെ ആഘോഷം. ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും പൂരം ഒരു ഹരമാണ്. പക്ഷെ പൂരത്തിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ ആചാരങ്ങൾ, അത് പരിപൂർണമായും ഹിന്ദുത്വമാണ്, പരിപൂർണമായും ഹിന്ദു മതമാണ്. അതുകൊണ്ട് വാസവനല്ല ഒടേതമ്പരം പറഞ്ഞാലും ശരി, ഒരു മാറ്റവും ഇല്ല. മതവും മതചിഹ്നവും തൃശ്ശൂർ പൂരത്തിലുണ്ടാവും. ഇപ്പോൾ ഈ നീതിലക്കാവ് ഭഗവതി അടക്കമുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും ഉത്സവം, ഈ പറയുന്ന അല്ലെങ്കിൽ പൂരങ്ങൾ, ചെറുപൂരങ്ങൾ തൃശ്ശൂർ പൂരത്തിന് എത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കാവിക്കൊടി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാവിക്കൊടി കെട്ടുന്ന സമയത്ത് ഇത് ഇവരെ അസ്വസ്ഥമാക്കുന്നൊരു കാര്യം തന്നെയാണോ? ഇവരെ ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ ഇവർക്ക് അസ്വസ്ഥമാണ്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഹിന്ദുക്കൾ നാമം ജപിക്കാതെ, ക്ഷേത്രത്തിൽ പോകാതെ നിരീശ്വരവാദികളായി ഹിന്ദുക്കൾ നിന്നാൽ ഇവർക്ക് സന്തോഷമാണ്. ഹിന്ദുക്കൾ നിരീശ്വരവാദികളാവണം, എന്നാൽ ബാക്കി ആളുകളൊന്നും നിരീശ്വരവാദി ആവണ്ട, അതിനവർക്ക് വിരോധമൊന്നുമില്ല. ഹിന്ദുക്കൾ നിരീശ്വരവാദി ആവണം, ക്ഷേത്രത്തിൽ പോകരുത്, രാമനെ കാണരുത്, ഗണപതി മിത്താണ്, രാമൻ മിത്താണ്, ആരും അങ്ങോട്ട് പോകരുത്, മതചിഹ്നം ഉപയോഗിക്കരുത്. കാരണം ഇവർക്ക് ഒരു കളിപ്പാവയായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കളിപ്പാവയായി ഹിന്ദുക്കളെ മാറ്റണം. അതാണ് ഇവരുടെ ലക്ഷ്യം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്. അവരൊക്കെ രാമനെയും അതുപോലെ ഹിന്ദുത്വത്തിൻ്റെ അസ്മിതയെയും ഹിന്ദുത്വത്തിൻ്റെ സംസ്കാരമൊക്കെ മനസ്സിലാക്കിയാൽ ഈ നിരീശ്വരവാദത്തിൽ നിന്ന് അവരൊക്കെ പോകും. ഈ കമ്മ്യൂണിസ്റ്റ് കള്ളന്മാരുടെ കയ്യിൽ നിന്ന് അവർ മാറും. അതാണ് ഇവരുടെ ഭയം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കള്ളത്തരങ്ങൾ ഈ പാവപ്പെട്ട ഹിന്ദുക്കൾ അറിയരുത് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദുക്കളെ ചവിട്ടുകല്ലായി ഈ പാർട്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കാവിക്കൊടി കെട്ടുന്ന സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും കെട്ടും കാവിക്കൊടി, ഉറപ്പാണോ? അല്ല, നമ്മൾ കാവിയില്ലാതെ ഹിന്ദു ഇല്ലാന്ന്, ഹിന്ദു ഇല്ലാതെ കാവി ഇല്ലാത്ത പറഞ്ഞ പോലെ കാവിയുള്ളിടത്തെല്ലാം ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളുള്ളിടത്തെല്ലാം കാവിയുണ്ട്. അത് കാവി എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ്. പച്ച എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രതീകമാണ് എന്ന് പറയുന്നത് പോലെ കാവി എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഹിന്ദുക്കളും ഹിന്ദുത്വവും ക്ഷേത്രോത്സവം ഉള്ളിടത്തൊക്കെ കാവി ഉണ്ടാവും. അതിന് കാവ്യം ഇവരെന്തിനാ ഭയപ്പെടുന്നത്? കാവ്യെ ഭയപ്പെടുന്നതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ഗൂഢ ഹിഡൻ അജണ്ടയുണ്ട്. ഇവർ കാവ്യെ ഭയപ്പെടുന്നത്, കാവ്യ മാറ്റിയിട്ട് പച്ച അടിക്കാൻ പറയാം. ക്ഷേത്രങ്ങളിലൊക്കെ പച്ച കളർ മതിയെന്നാ. നാളെ ഇനിയിപ്പോൾ കുടമാറ്റത്തിന് മൊത്തം പച്ചക്കുട മതി എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ഇതെന്ത് മര്യാദ കേടാ? ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം. തൃശ്ശൂർ പൂരത്തെ തൊട്ടുകളിച്ച് തൃശ്ശൂർ പൂരം ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമല്ല എന്ന് വരുത്താനുള്ള ശ്രമം ഇപ്പോൾ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം എന്നറിയപ്പെട്ടിരുന്നു. തേക്കിൻകാട് മൈതാനം എന്ന് പറയുന്നത് വടക്കനാഥ ക്ഷേത്ര മൈതാനമാണ്. വടക്കനാഥ ക്ഷേത്ര മൈതാനം എന്ന് പറയാൻ ഇവർ സമ്മതിക്കില്ല. തേക്കങ്കാട്. അപ്പം വടക്കനാഥ ക്ഷേത്ര മൈതാനത്ത് വടക്കനാഥനെ കാണാൻ ഭഗവതിമാരെത്തുന്ന ഭാരതത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവുമായ ഹിന്ദു സംസ്കാരത്തിൻ്റെ, ഹിന്ദു മതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ക്ഷേത്രവും ക്ഷേത്രപൂരവും. ആ ക്ഷേത്രപൂരമാണ് തൃശ്ശൂർ പൂരം. അതിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്ലീനം പോലെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ച് കൂടുന്നത് പോലെയാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിലെ ഈ ജനാവലി അതൊരിക്കലും ഹിന്ദുത്വത്തിന് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരുതരം എന്താ പറയുക, ചെറിയ മനസ്സിൻ്റെ സ്വഭാവമാണ്. അതൊരു തരം ഹിന്ദു വിരുദ്ധതയാണ്. അത് ഹിന്ദു സമൂഹത്തിനെതിരാണ്, അത് ക്ഷേത്രത്തിനെതിരാണ്, അത് ക്ഷേത്ര പാരമ്പര്യത്തിനെതിരാണ്, അത് ക്ഷേത്ര ഉത്സവങ്ങൾക്കെതിരാണ്, അത് ക്ഷേത്ര ബിംബങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ആ ക്ഷേത്ര ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് എന്ന വാസവൻ്റെ തിട്ടൂരത്തെ പരമപുച്ഛത്തോടു കൂടി കാണുകയാണ്. അതൊന്നും നടക്കില്ല വാസവൻ അതൊക്കെ കൊണ്ട് വീട്ടിലുണ്ട് വീട്ടുകാരോട് പറഞ്ഞാൽ മതി. അത് തൃശ്ശൂരിലെ പൂരം പ്രേമികളോടും തൃശ്ശൂരിലെ നിവാസികളോടും ഹിന്ദുക്കളോടും ഒന്നും പറയണ്ട, അതൊന്നും നടക്കില്ല.